ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെപ്പറ്റി ഈ ചാനലും കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവില്ല. അറിയാമോ? ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ നോക്കും വളയും ഒരൊറ്റൊരുത്തിനും രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധമില്ല. അറിയാമോ? ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ രാഷ്ട്രപിതാവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഗതികളുണ്ടാവും. എനിക്ക് വലിയ ദുഃഖം തോന്നി. ദേശീയ ഗാനം ആലപിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അടിക്കണം. ഭാരതീയൻ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ദേശീയ ഗാനം പാടണമെന്ന് പറയാൻ പാടണമെന്ന് ചോദിക്കുന്നവൻ സിനിമാക്കാരനാണ്, അവനെ അടിച്ചു കൊല്ലണം. ആരാണെങ്കിലും ഈ രാജ്യദ്രോഹിയാണെന്ന് പ്രഖ്യാപിക്കണം അഭിപ്രായക്കാരനാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും ദേശീയ ഗാനം ആലപിക്കുന്നത് ഞാൻ കാണും. ഞാൻ അറ്റൻഷൻ സാവധാൻ പൊസിഷനിൽ നിന്ന് ഞാൻ ദേശീയ ഗാനം ആലപിക്കാറുണ്ട്. ആര് ജനഗണന പാടും നോക്കണേ, ഞാൻ ജനഗണന പാടും. എനിക്ക് ദുഃഖമോ പ്രതിഷേധമോ ഇല്ലാഞ്ഞിട്ടല്ല. രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗാനം ഉണ്ടാക്കിയപ്പോൾ ജനഗണമന ഉണ്ടാക്കി, വളരെ സന്തോഷം. അതിനകത്ത് പഞ്ചാബും സിന്ധും ഗുജറാത്തും മഹാരാഷ്ട്രവും ഒക്കെ ഉണ്ട്. കേരളം ഇല്ല. ഉത്തരേന്ത്യക്കാരൻ എപ്പോഴും കേരളത്തെ തട്ട് കാണണല്ലോ. ഈ ജനഗണമനയ്ക്കകത്തും കേരളമില്ല. എനിക്ക് പ്രതിഷേധമുണ്ട്. പ്രതിഷേധമുള്ളപ്പോഴും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി ദേശീയ ഗാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനോട് ആദരവ് കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അത് പണ്ട് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി കാണിച്ച പോലെ ചങ്ക കൈവച്ചുകൊണ്ടൊന്നുമല്ല, അറ്റൻഷൻ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അതിന് മാറ്റം വരുത്താൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തവണ ദേശീയ ഗാനം പാടാൻ മടിക്കുമെന്ന് പറഞ്ഞ ആളുകളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി കോടതി ശിക്ഷ മേടിച്ച് കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കുറച്ച് അഭിപ്രായം. ഇപ്പോൾ ഞാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. കടമ നിർവഹിക്കുന്നില്ല. ഞാൻ പൊതുപ്രവർത്തകനായിട്ട് നടക്കുമ്പോൾ എനിക്ക് ചില ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തോട്. ഞാനത് ചെയ്യണം. ഒരു മെമ്പറാണെങ്കിൽ, ഒരു MLA ആണെങ്കിൽ, ഒരു MP ആണെങ്കിൽ ജനങ്ങളോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് നിറവേറ്റാതെ നമ്മുടെ ജീവിത സുഖത്തിന് വേണ്ടി പോകുന്നവനെയൊക്കെ ജനം അടിച്ചോടിക്കണം. വോട്ട് ചെയ്യരുത്. തിരിച്ചു വിളിക്കാൻ നിയമമില്ല. ഞാൻ സമ്മതിച്ചു. നിയമസഭയിൽ ജയിച്ചു, തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല. മെമ്പറെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല, MP പറ്റുകയില്ല. പക്ഷേ അവനൊക്കെ മോശമായി ഇങ്ങനെ പോയാൽ, സുഗലോലുപന്മാരെ പോയാൽ അവൻ്റെയൊക്കെ വീടിന് പോയി പിന്നെ പോയി സത്യാഗ്രഹം ചെയ്യണം, ചീത്ത വിളിക്കണം മുഖത്ത് നോക്കി. ഇവനെയൊക്കെ അമിതമായി നമ്മൾ ബഹുമാനിക്കുക. ഒരു MLA ആയി എല്ലാവരും ബഹുമാനിക്കുന്നു. സുഖമല്ല ഇങ്ങനെ ബഹുമാനിച്ച്, ഇങ്ങനെ ബഹുമാനം മേടിച്ച് ഇങ്ങനെ ചെത്തി നടക്കുക. ഇവരെല്ലാം കൂടെ എങ്ങോട്ടാണ് നടക്കുന്നത്? ഒരു ഉദാഹരണം ഉണ്ടാകട്ടെ പറയാം, അപ്പം മനസ്സിലാകും നമുക്ക്. നമ്മുടെ പെരുമ്പാവൂർ MLA ഉണ്ട്, നമ്മുടെ എൽദോ. എനിക്കിഷ്ടമാണ് ചെറുക്കനെ കേട്ടോ, നല്ല കലാകാരനും സാഹിത്യകാരനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ അവൻ ഈ പട്ടിക്ക് വേണ്ടി ചാകാൻ നടക്കുക. പട്ടി പ്രകൃതി സ്നേഹിക്കും, പട്ടി സ്നേഹിക്കും. ഞാൻ നിനക്ക് വട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് കേൾക്കല. പട്ടി ഡൽഹി ചെന്നപ്പോൾ ഒരു 5 പട്ടി ഓടിച്ചിട്ട് പിടിച്ചവരെ പിടിച്ചതിന് ഒന്നേനെ. മറ്റേ MLA മാരെ കൂടെ ഓടിച്ചെന്നില്ലെങ്കിൽ പട്ടിയെല്ലാം കൂടെ അവനെ യമപുരിക്ക് അയച്ചേനെ. അവനിപ്പോൾ കരഞ്ഞിട്ട് ഇപ്പം ഞാൻ സ്നേഹിച്ച പട്ടി എന്നെ കടിച്ചു, ഈ പട്ടിയെല്ലാം കൊല്ലണമെന്ന് പറയാറായി. സത്യം പറഞ്ഞവൻ. അപ്പോൾ വേദനയ്ക്ക് അനുഭവം ഉണ്ടാകണം വേണ്ടി വന്നു അവനെ പറയാൻ. അതുപോലെ സുഖലോലുപന്മാരെ നടക്കുന്ന MP മാർ MLA മാർ ജനപ്രതിനിധികളെ വേദനയ്ക്ക് അനുഭവം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ തന്നെ കടന്നു വരും. ഞാൻ ഒളിച്ചു നോക്കാൻ പറഞ്ഞേക്കാം. 1 മാസത്തിനകം ഞാൻ ജനപക്ഷം എന്ന പാർട്ടി പ്രഖ്യാപിക്കും. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ ജനപക്ഷം 140 നിയോജക മണ്ഡലത്തിലും ഉണ്ടാവും, 978 പഞ്ചായത്തിലും ഉണ്ടാവും, മുഴുവൻ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാവും, കോർപ്പറേഷനിലും ഉണ്ടാവും. പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ, പിയൂൺ, വില്ലേജ് ഓഫീസിലെ പിയൂൺ മുതൽ, തൂപ്പുകാരി മുതൽ സെക്രട്ടറിയിലെ ചീഫ് സെക്രട്ടറി വരെയും ഒരെണ്ണത്തിനെ ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കാനാണ്. കട്ടാൽ, ഒരു വാക്കുണ്ട്, കട്ടാൽ ജീവിക്കാൻ സമ്മതിക്കാനാണ്. സമരം ഉണ്ടാവും. കേരളം മുഴുവൻ ഉണ്ടാക്കാൻ പോകും. ഞാൻ സമ്മതിക്കില്ല. വളരെ ഉറച്ച നിലപാടായിരിക്കും. ആർക്കും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം സ്വാധീനിക്കേണ്ട നടക്കല സമ്മതിക്കണം. മോഡി നോട്ട് നിരോധിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു സംശയം വേണ്ട. ആ സ്വാഗതം ചെയ്യുന്നതിന് പ്രധാന കാരണം കള്ളപ്പണമെല്ലാം അമക്കി എന്നതുകൊണ്ടല്ല. അതൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലിപ്പോൾ നടന്നില്ല. പക്ഷെ ഒരു ഗുണമുണ്ടായി. ഒരു ഗുണം ഏതാണെന്ന് ചോദിച്ചാൽ കള്ളനോട്ട് പൂർണ്ണമായി ഇല്ലാതായി. ഇനി കള്ളനോട്ട് അടിച്ചു വരണ്ടേ, അതാണ്. അതായത് 86% 500 നോട്ട് അത് മുഴുവൻ തീർന്നു പോയപ്പോൾ 86% കള്ളനോട്ട് തീർന്നു പോയില്ലേ. അതാണ്. ഇനി അത് അടിച്ചു വരണമല്ലോ. അതേ രീതി കള്ളനോട്ട് അടിച്ചു വരണമെങ്കിൽ 5 കൊല്ലം പിടിക്കും. 5 കൊല്ലം പിടിക്കും, അറിയാവും. അതുകൊണ്ട്
അതൊരു വലിയ നേട്ടമാണ്. 2, പണത്തിന് വിലയുണ്ടെന്ന് ജനങ്ങളിൽ തോന്നലുണ്ടാക്കി എന്നതാണ് മോഡി ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം. പണത്തിന് വിലയുണ്ട്, എനിക്കും തോന്നലുണ്ടായി, നമുക്കെല്ലാവർക്കും തോന്നലുണ്ടായി, ആർക്കും തോന്നലുണ്ടായി. അത് മോഡി ചെയ്ത ഏറ്റവും നല്ല മഹത്വപൂർണ്ണമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയോട് റിസർവ് ബാങ്ക് ചെയ്ത നടപടി മോഡിയുടെ അനുവാദത്തോടുകൂടിയാണ്. അത് ശുദ്ധ മര്യാദകളായിപ്പോയി എന്ന് മാത്രമല്ല, ശക്തമായ അമർഷമുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കിൽ കിടക്കുന്ന 1,27,000 കോടി രൂപ അത് തട്ടിയെടുക്കാൻ വേണ്ടി ഇവിടുത്തെ വലിയ ബാങ്കുകൾ നടത്തിയ ഗൂഢനീക്കത്തിൻ്റെ ഫലമാണ് റിസർവ് ബാങ്കിൻ്റെ ഈ തെറ്റായ നടപടി. അമർഷം എനിക്കുണ്ട്. ആ കാര്യത്തിൽ മോഡി നീതി ചെയ്തില്ല എന്ന പരാതിയുണ്ട്. മോഡിയുടെ ആ നടപടിയെ ശക്തമായി അപലപിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന പ്രശ്നമില്ല. ഇല്ല, അതെ, എൻ്റെ ആവശ്യമില്ലെന്ന്. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ഞാൻ ജനപക്ഷം ഞാൻ പറഞ്ഞല്ലോ പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ ഇവിടുത്തെ മതേതരത്വമൊക്കെ എവിടെ പോയി നിൽക്കുന്നു? ഞാൻ റോമിൽ പോയി. ആ റോമിൽ പോയി അൽഫോൺസാമ്മയുടെ നാമകരണം വിശുദ്ധ പ്രഖ്യാപനം മുഴുവൻ ചെലവും മനസ്സിലാകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ. ഒരു പൈസയില്ല, മുഴുവൻ കേന്ദ്ര. ഞാൻ പ്ലെയിനെ പോയി തിരിച്ചൊന്നും ചിലവേ ഇല്ല, മുഴുവൻ. ഇവിടുത്തെ മുസ്ലിം സമൂഹം ഹജ്ജിന് പോകുന്നു, സബ്സിഡി കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. വളരെ മാന്യമാണെന്ന് തന്നെ ഒരു മതേതര രാഷ്ട്രത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയ്ക്ക് പോവുക, KSRTC ഇരട്ടി കാശാണ് മേടിക്കുന്നത്. എന്നാ മര്യാദ? എന്ത് ന്യായമുണ്ട് പറ? ഞാൻ ഒളിച്ചു വെക്കാത്ത തൻ്റെ ഇടത്തോട് പറയുകയാണ്, എന്നെങ്കിലും എനിക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായാൽ അത് 2021 ഞാൻ ഉണ്ടാക്കും. അന്ന് മുതൽ പിന്നെ ഒരു കാലത്തും എരുമേലിൽ നിന്ന് അയ്യപ്പന്മാർ ശബരിമലയിൽ പോകാൻ ഒരു പൈസ വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരിക, സൗജന്യമായിക്കളയും. എരുമേലി ടു പമ്പ ബസ് 10 അതോ 25 ബസ് അവിടെ ഇട്ടക്കിടന്ന് സൗജന്യമായിട്ട് യാത്ര ചെയ്തിട്ട് അയ്യപ്പ ഭക്തന് എന്നാ കുഴപ്പം? ഒരു മര്യാദ കാണിക്കണ്ടേ? ഇവിടെ അതല്ലല്ലോ. എങ്ങനെ പിടിച്ചു പറിക്കാൻ വേണ്ടി ഇരിക്കുക അയ്യപ്പന്മാരെ? ഇവിടുത്തെ ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന മര്യാദ കേരളത്തിലെ ശബരിമലയോടും എരുമേലിയോടും കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഗവൺമെൻറ് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അന്ന് ഇത് സൗജന്യമാക്കിയിരിക്കും, ഒരു സംശയം വേണം. മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം പ്രഖ്യാപിക്കും, മുഴുവൻ ആളുകൾക്കും ഭവനം പ്രഖ്യാപിക്കും, മുഴുവൻ ആളുകൾക്കും വൈദ്യുതി ഇപ്പോൾ കൊടുക്കുമെന്ന് പറയുന്നതിന് ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശക്തമായ ഇടപെടലുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസമായി ഇപ്പം മുഴുവൻ എഴുതിത്തള്ളും. കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള വിദ്യാഭ്യാസമായി ഇപ്പം മുഴുവൻ എഴുതിത്തള്ളും. ജപ്തി എന്ന് പറഞ്ഞ ഇടപാടില്ലെന്നാക്കും. യാതൊരു കാരണവശാലും കാർഷിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് പെൻഷൻ ഈ 1000 എന്നുള്ളത് എത്രയെന്ന് ഇപ്പോൾ പറയുന്നതിലും വലിയ തുകയാക്കി മാറ്റും, യാതൊരു സംശയം വേണ്ട. പിന്നെ വാർത്തകൾ കണ്ട് ജനം വളരണം. അതുകൊണ്ട് ടെലിവിഷൻ വില വളരെ കുറച്ച് ടാക്സ് ഇല്ലാതെ ജനം കൊടുക്കാൻ പോകും. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടുത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന മര്യാദ എന്താണെന്ന് വെച്ചാൽ 1979 $140 വില വന്നു ക്രൂഡ് ഓയിലിന്. അന്ന് 69 രൂപ പെട്രോൾ വില. ഇന്ന് $40 വിലയുള്ളൂ. ഇപ്പോഴും വില 69. മര്യാദയല്ലേ? 70 കടന്നു, മനസ്സിലായില്ലേ? മര്യാദയല്ലേ കാണിക്കുന്നത്? സത്യത്തിൽ എത്ര ചെയ്യണ്ടേ? ഒരു 25 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കേണ്ട സ്ഥാനത്താണ് ഈ കാശ് പിടിച്ചു പറിക്കുന്നത്. മോഡി പിടിച്ചു പറിക്കുന്ന മര്യാദയാണ് മോഡി എന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കും. കേരളത്തിലെ ടാക്സ് സംവിധാനത്തിൽ മാറ്റം വരുത്തും, ഒരു സംശയം വേണ്ട. അങ്ങനെ കുറേയേറെ മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും പ്രാമുഖ്യം കൊടുക്കും. കുടിവെള്ളം അതായിരിക്കും നമ്മുടെ ആദ്യം മനുഷ്യന് ശുദ്ധവായു കൊടുക്കുക. പ്രാണഭയം കൂടാതെ റോഡിലിറങ്ങി സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുക. അത്രയും ചെയ്താൽ മതി, അതോടെ കേരളം നന്നാവും. ടീച്ചർമാർക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നെ. കേട്ടപാടെ എല്ലാവരും പറഞ്ഞു നേരെ തിരിച്ചാൽ. ഇതിനോട് ഭയങ്കര സ്നേഹമായിരുന്നു ടീച്ചേഴ്സ് മുഴുവൻ. ഒരു ഹിന്ദി ടീച്ചറുണ്ട് ഞങ്ങളുടെ, ഈ ഒരു ടീച്ചറിൻ്റെ ഭർത്താവ് മരിച്ചു. എനിക്ക് അവരെ ഇപ്പോഴും എൻ്റെ കൈക്കകത്ത് ഇങ്ങനെ കൈ വെച്ച് അടിവെച്ച് തരികയും ചെയ്യും അവർ പഠിച്ചില്ലെങ്കിൽ. ഞാൻ ഹിന്ദിയിലേക്ക് സ്കൂളിലെ SSLക്ക് ഏറ്റവും വലിയ മാർക്കായിരുന്നു, അറിയാമോ? ഞാൻ പറഞ്ഞു അതുപോലെ എൻ്റെ സാറന്മാരെല്ലാം, മാത്തുണ്ണി സാറ്, ആഴാത്ത് സാറ്, ആൻ്റണി സാറ്, VN ജോസ് സാറ്, പഴയട്ട് സാറ്, കാവാലം മത്തായി സാറ്,
TV സാറ്, ഇങ്ങനെ കുറേ സാറന്മാർ. അന്ന് മുഴുവൻ സാറന്മാർ എനിക്ക് ഓർമ്മയാണ്. കല്ലാച്ചേരി സാറ്, ഇതൊക്കെ. ഒരു കല്ലാച്ചേരി സാറെന്ന് വെച്ചാൽ ബന്ധം കൂടാ സ്പോർട്സിൻ്റെ. പുള്ളിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്നെയായിരുന്നു. ചോദിച്ചോളൂ. സ്പോർട്സിൽ നിന്ന് ഞാൻ കോളേജ് പഠിക്കുമ്പം ബാസ്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ബാഡ്മിൻ്റെയും ക്യാപ്റ്റൻ. ഞാൻ അരുവിത്ര കോളേജിൽ ഇപ്പോൾ ഉണ്ട് അരുവിത്ര കോളേജിൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ബാഡ്മിൻ്റൺ ക്യാപ്റ്റനാണ്. പക്ഷെ വോളിബോളൊക്കെ വായും വിളിച്ച് നോക്കി നിൽക്കാനേ പറ്റില്ല. ഈ പൊക്ക കുറവായതുകൊണ്ട് അടിക്കാൻ പറ്റില്ലായിരുന്നു. ബാക്കി എല്ലാത്തിനും ഞാൻ ഫുട്ബോളൊക്കെ ഏറ്റവും മിടുക്കനായിരുന്നു ഞാൻ. ഇപ്പോൾ വയറൊക്കെ വെച്ച് പോയി. സിനിമ വളാതെ പറയും. ഈ സിനിമാവിനെ ഒരു ജോലിയുടെ ഭാഗമല്ല മതി. അതിപ്പം ഒരാൾ വന്ന് ഒരു ഷോട്ട് ഒന്ന് അഭിനയിക്കും, അങ്ങ് അഭിനയിക്കും, നമുക്ക് എന്നാ ആട്ടം. ഞാൻ ഒരു കാര്യം പറഞ്ഞോ, ഈ സിനിമാക്കാർക്ക് ഇത്ര വലിയ മുഴുത്ത ഇടപാടായതെന്ന് പറയുന്നത് ഒരു കാര്യമില്ല. ഞാൻ ഒരു ടേക്ക് 2 ടേക്ക് എടുക്കേണ്ടി വരുന്നില്ല. ചോദിച്ചോ സിനിമ ഡയറക്ടർമാരോടും. ചുമ്മാ പറയില്ല ടേക്ക് എന്തുമില്ല ബഹള. ഞാൻ ഒരു ടേക്ക് പറയാൻ എന്താ ഇതാ അത്രയല്ലേ ഉള്ളൂ, റെഡി ടേക്ക് എന്ന് ഞാൻ തന്നെയാണ് പറയുന്നത്. വരുന്നില്ല, ഒറ്റ എഴുതി അഴിച്ചു കൊടുക്കും. അത് പിന്നെ സമ്മതിച്ചു കൊടുക്കും. ഞാൻ 3-4 പ്രാവശ്യം ടേക്ക് എന്ന് പറഞ്ഞ് ചെയ്യിച്ചാൽ അവരുടെ ഫിലിം അത്ര നഷ്ടപ്പെടുന്നത് നമ്മളെന്താ അപ്പോൾ അവിടെ നശിപ്പിക്കുന്നത്. അതുപോലെ ഈ പ്രോംപ്റ്റ് ചെയ്ത് തരാൻ പറയും. പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലോ എന്നാ ഈ എന്നാ പിന്നെ സൗണ്ട് കൊടുത്ത് പിന്നെയും ചെയ്യിക്കണല്ലോ എന്നാ ഡബിങ്. അത് ഒരു കേൾക്കണമെന്ന് സിനിമയാണ്. ആ പ്രൊഡ്യൂസ് ഉണ്ടായിരുന്നു എൻ്റെ പറയണൊക്കെ ഒരു 2 ദിവസമെങ്കിലും വന്നിരിക്കണം നിർബന്ധമാണ്. ഇത് മുഴുവൻ ഇങ്ങനെ ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഡബിങ് നമ്മൾ സംസാരിക്കും അത്രയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ വരാം, ഞാനൊരു 2 മണിക്ക് വന്നേക്കാം നാളെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ട് ഞാൻ 2 മണി വന്നിട്ട് ആവശ്യമുണ്ട് പിന്നെ നാളത്തെ ഞാൻ കമ്പരെ മതി എന്ന് പറഞ്ഞു പോയി. ഞാനവിടെ ചെന്ന് 2 മണി 4 മണിയായപ്പോൾ എൻ്റെ പരിപാടിയും തീർത്തേച്ച് സുധീഞ്ചേരിയും ഞാനിങ്ങോട്ട് പോന്നു. അവർ പണ്ട് കൊടുത്തു. ചുമ്മാ ഷോയാന്ന് ഇതൊക്കെ, ഇല്ലാത്ത ഷൈനിങ്. ഈ സിനിമാക്കാരനാണെങ്കിൽ ഇങ്ങനെ ഡംപിങ്ങൊക്കെ ഒരു 4 ദിവസം കൊണ്ട് ജയിച്ച് ഒരു 3 ദിവസം ജനങ്ങളെ കാങ്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എങ്ങനെ വന്നാലേ ഉള്ളെന്ന്. എന്നതിനാണ് ഇതൊക്കെ സിനിമ കാണുന്ന രാത്രി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ TV ഇടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർമ്മ എന്തെങ്കിലും സിനിമ ഭാര്യയാണ്. സത്യൻ, അതാ സത്യൻ, മധു അല്ലേ? മധുവാണ് ഇപ്പോഴും. മധു സത്യനാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ നടന്മാരില്ലേ മോശം എന്ന് പറയാനില്ല. നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും മെച്ചമില്ല, നല്ല നടന്മാരല്ലേ. പിന്നെ നമ്മുടെ അതിന് താഴെയുള്ള നമ്മുടെ ഇങ്ങനെയുള്ള എന്നാ ഈടെ നമ്മുടെ കാവ്യമാധവനെ കെട്ടി ദിലീപ്. അത് നേരത്തെ ഞാൻ കെട്ടിയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു എൻ്റെ അഭിപ്രായം. താമസിച്ച് പോയെന്നേ. എന്നെ വിളിച്ചായിരുന്നു, സമയം കിട്ടിയാൽ പോകണമെന്ന് ചോദിച്ചത്. സമയം കിട്ടിയല്ലേ പോയതിന് ഞാൻ. എനിക്ക് ആ കാവ്യയും ദിലീപിനും സത്യമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ദിലീപ് നിസ്സാരമല്ല കേട്ടോ, എന്നെ അഭിനയ പയ്യൻ്റെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലെ കാവ്യമാധവൻ നല്ല നടിയല്ലേ, അങ്ങനെ ഒത്തിരി കഴിവുണ്ട്. പക്ഷേ അതൊക്കെ ആദ്യമേ 2 കൂടെ കെട്ടിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിത് പറയുമ്പം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ നില എന്താ? മലയാളികൾ നഷ്ടങ്ങളുടെ കണക്കല്ലാതെ മലയാളികൾക്ക് ജീവിതത്തിലൊന്നും പറയാനില്ല. മാസം 5 കൊല്ലം കൂടുമ്പോൾ മാറി ഇടതുപക്ഷവും വലതുപക്ഷവും UDF LDF ഇവിടെ ഭരിക്കുന്നു. 5 കൊല്ലം കഴിയുമ്പോൾ അടുത്ത UDF കയറ്റും, UDF കട്ടെന്ന് പറഞ്ഞ് LDF കയറ്റും. 5 കൊല്ലം കൊണ്ട് മറക്കുന്ന മലയാളിക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയാനുള്ളൂ. തമിഴ്നാട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ നമുക്കൊരു വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ 120 രൂപ, 70 രൂപ വരെ 120 രൂപ വരെ വേണം. 120 ഒന്ന് ആലോചിച്ച്. തമിഴ്നാട്ടിൽ നല്ല ഒന്നാം തരം സുന്ദരമായ ഉച്ചയൂണ് 5 രൂപ. ഇതെങ്ങനെ ഒന്നാലോചിച്ച്. നമ്മുടെ ഇവിടെ ഇഡ്ഡലിക്ക് ഒരെണ്ണത്തിന് 8 രൂപ. രാവിലെ ഒരു 4 ഇഡ്ഡലി തിന്നാൻ തീരുമാനിച്ചെങ്കിൽ 32 രൂപ കൊടുക്കണം. തമിഴ്നാട്ടിൽ 4 ഇഡ്ഡലി ഉൾപ്പെടെ സാമ്പാറും ചേർത്ത് ഒന്നാം തരം ബ്രേക്ക്ഫാസ്റ്റ് 5 രൂപ. 2 രൂപയായപ്പോൾ 1 രൂപയായിരുന്നു, അത് ചിലടത്ത് 5 രൂപ ആക്കിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നമ്മുടെ കേരളത്തിൽ എന്ത് പറ്റി? തമിഴ്നാട് എന്താ ഇങ്ങനെ? അത് തന്നെയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. തമിഴ്നാടും കേരളമായിട്ടൊന്നും കമ്പയർ ചെയ്യിക്കാൻ പറ്റില്ല. ഒരു 25 വർഷം മുമ്പ് പാണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയിരുന്ന തമിഴ്നാട്ടുകാരന് ഇപ്പോൾ ഒരു തമിഴ്നാട്ടുകാരനെ നമുക്കിവിടെ കാണാനില്ല. തമിഴൻ്റെ അവൻ്റെ സംസ്കാരം അതായി. അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കുക. ഒരു 25 കൊല്ലം മുമ്പ് ഇവിടെ കൂലിപ്പണിക്ക് വന്നിരുന്ന തമിഴനൊക്കെ ഇന്ന് അതീവ സമ്പന്നരാണ് തമിഴ്നാട്ടിൽ. എനിക്കറിയില്ല എങ്ങനെയാണ്, അവർക്ക് ഇവിടെ എന്നെ എടുത്ത് വരാറുണ്ട്. നമ്മുടെ ജോലിക്കാരായിരുന്ന തമിഴന്മാരൊക്കെ ഇപ്പോൾ ബെൻസ് കാറിലൊക്കെ ഇവിടെ വരുന്ന കാണുമ്പോൾ എന്ത് സന്തോഷമുണ്ടെന്നറിയോ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു?
പറയുമ്പോൾ എല്ലാവരും കുറ്റം പറയുന്നു. ജയലളിത അയ്യോ ഭൂലോക അഴിമതിക്കാരി. അഴിമതി കാണിച്ച് അഴിമതിയും കഴിഞ്ഞാണല്ലോ ഇത് മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് എവിടെ നിന്ന് കൊടുക്കുന്നു? കേരളത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. അതെന്താ കാണണ്ടേ? 44 നദിയുള്ള കേരളത്തിൽ 1 ലിറ്റർ വെള്ളം വേണമെങ്കിൽ 15 രൂപ മുതൽ 20 രൂപ വരെ കൊടുക്കണം. തർക്കമൊന്നുമില്ലല്ലോ. തമിഴ്നാട്ടിൽ കേരളത്തിൻ്റെ വെള്ളം മോട്ടിക്കുന്നു, കർണാടകത്തിൻ്റെ വെള്ളം മോട്ടിക്കുന്നു എന്നുള്ള പരാതി. പക്ഷേ അവിടെ 1 കുപ്പി വെള്ളത്തിന് 5 രൂപയുള്ളൂ 1 ലിറ്റർ വെള്ളത്തിന്. ഇതെങ്ങനെയാണ്? അവിടെ പഠിക്കുന്ന പെൺപിള്ളേർക്ക് മുഴുവൻ സൈക്കിൾ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച്. അവിടെ പഠിക്കുന്ന കോളേജിൽ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന മുഴുവൻ പിള്ളേർക്ക് ലാപ്ടോപ്പ് ഫ്രീയാണ്, ആണിനും പെണ്ണിനും. മതിയോ? എനിക്കത് ഇതെന്തൊരു കഷ്ടം. നമ്മൾ മലയാളിയാന്ന് പറയുന്നതിന് അപമാനമായി ഇപ്പോൾ.